നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വലിയ വിവാദമാണ് ഉടലെടുത്തത്. നൃത്ത പരിപാടി നടന്നത് ശരിയായ രീതിയിലല്ല, പല ക്രമക്കേടുകളും ഈ നൃത്ത പരിപാടിയിൽ നടന്നു എന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മൃദംഗ മിഷന്റേതായ ഒരു പ്രതികരണം രംഗത്ത് വരികയാണ്. അത് ഇങ്ങനെയാണ്: കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെയുണ്ടായ അപകടത്തിൽ പ്രതികരണവുമായാണ് പരിപാടിയുടെ സംഘാടകരായ മൃദംഗ മിഷൻ പ്രൊപ്രൈറ്റർ നികോഷ് കുമാർ രംഗത്ത് വന്നത്. മൃദംഗ മിഷനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ പണമിടപാടുകളും ബാങ്ക് വഴിയാണ് നടന്നത്. 3.5 കോടി രൂപയാണ് പരിപാടിക്കായി കളക്ട് ചെയ്തിട്ടുള്ളത് എന്നും നികോഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 3.10 കോടി രൂപ ചെലവായി. 390 രൂപയുടെ സാരി 1600 രൂപയ്ക്ക് നൽകിയിട്ടില്ല എന്നുകൂടി മൃദംഗ മിഷൻ പറയുന്നു. 2900 രൂപയാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഒരാളിൽ നിന്ന് വാങ്ങിയത്. അതിലാണ് സാരി നൽകിയത്. 1600 വേറെ വാങ്ങിയിട്ടില്ല. 2 പട്ട് സാരി, ലഘുഭക്ഷണം എന്നിവയാണ് ഒരാൾക്ക് വാഗ്ദാനം ചെയ്തത്. 24 ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറി. GST കഴിച്ച് ഉള്ള കണക്കാണ് 3,56,00,000. 1 രൂപ പോലും സാരി ഇനത്തിൽ അധികമായി വാങ്ങിയിട്ടില്ല. GST കഴിച്ച് ഒരാളിൽ നിന്ന് 2900 രൂപ വാങ്ങി. അതിൽ സാരിയുടെ 390 രൂപയും ഉൾപ്പെടുന്നു. ഇൻഡിവിജ്വലായി ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് ഞങ്ങളും ഗിന്നസും തമ്മിലുള്ള കരാറാണ്. 2 മാസമാണ് അതിനുള്ള പ്രോസസ്സിംഗ് ടൈം എന്നുമാണ് മൃദംഗ മിഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. MLAക്ക് സംഭവിച്ച അപകടത്തിൽ ഖേദിക്കുന്നുവെന്നും മൃദംഗ മിഷൻ പറയുന്നു. റെക്കോർഡ് പൂർത്തിയായതിനു ശേഷമുള്ള 4 മണിക്കൂറോളം സമയത്ത് പ്രോഗ്രാം ഞങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷേ ഈ പരിപാടി ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയ ആളുകളാണ്. അവരെ മടക്കി അയക്കാൻ കഴിയില്ല. കൊച്ചിയിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് പെർമിഷൻ കാര്യങ്ങൾ നോക്കിയത്. അതിനുള്ള പണം അവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നും മൃദംഗ മിഷൻ പറഞ്ഞു. എല്ലാ പെർമിഷനും അവർ എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളെ അറിയിച്ചത്. സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി തോന്നുന്നില്ല എന്നും നികോഷ് കുമാർ പറയുന്നു. അതേസമയം ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് പരിക്ക് പറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ MN നിതയ്ക്കെതിരെയാണ് നടപടി. വീഴ്ചയിൽ അന്വേഷണത്തിന് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തുവരുന്നു.